അഹാന കൃഷ്ണ പുതിയ പോസ്റ്റുമായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കഥ പോലെയാണ്. ആദ്യം തൻവി കാനഡയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു. എന്നിട്ട് തൻവി ഒരു വീഡിയോ ഇടുന്നു. അമ്മൂമ്മയെ നോക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ അമ്മൂമ്മയെ നോക്കാൻ പോകുക, സ്കൂളിൽ കുട്ടികളെ ആക്കി എന്നൊക്കെയാണ് ആ വീഡിയോയിൽ തൻവി പറഞ്ഞത്. പക്ഷെ ജനങ്ങൾ അതങ്ങ് ഏറ്റെടുത്തു. അമ്മൂമ്മയെ നോക്കാൻ ഇവിടെ ആളുണ്ടല്ലോ, പിന്നെ തൻവി അവിടുത്തെ ജോലിയെല്ലാം കളഞ്ഞിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്താണെന്ന് ആളുകൾ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ അഹാന വന്ന് ഒരു വീഡിയോ ഇടുന്നു. ആ വീഡിയോയിൽ അഹാന പറഞ്ഞത് അമ്മൂമ്മയുടെ സ്വഭാവം കൊണ്ടാണ് ഞങ്ങൾ മാറി നിൽക്കുന്നത് എന്നാണ്. അത് കണ്ടുകൊണ്ട് തൻവിയും അമ്മൂമ്മയും കൂടി ഒരു മറുപടി വീഡിയോയുമായി വരുന്നു. ആ മറുപടിയിൽ അഹാന അമ്മൂമ്മയെ പൂടി എന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചതും ഒക്കെ തുറന്നു പറയുന്നു. ഉടനെ തന്നെ അഹാന വന്ന് കോംപ്രമൈസ് ചർച്ച ചെയ്യുന്നു. തൻവി ഇട്ട വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നു. അതിന് പിന്നാലെ അഹാനയും വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസായി ഇനി സോഷ്യൽ മീഡിയയിൽ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കില്ല എന്ന് പറഞ്ഞ് വാക്കും കൊടുത്തു അവർ. അത് കഴിഞ്ഞ് തൻവിയുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് വന്നു. ഞാൻ ഇട്ട വീഡിയോ എല്ലാം പിൻവലിക്കുകയാണ്. കുടുംബപരമായ കാര്യമല്ലേ, സോഷ്യൽ മീഡിയയിൽ ഇനി ഒന്നും ഇടുന്നില്ല, ഞങ്ങളെല്ലാം സംസാരിച്ച് തീർക്കുവാണെന്ന് പറഞ്ഞായിരുന്നു ആ പോസ്റ്റ്. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അപ്പോഴാണ് സിന്ധു കൃഷ്ണ വന്ന് എനിക്ക് പറയാൻ താല്പര്യമൊന്നുമില്ല, എങ്കിലും ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് പഴയ കാര്യങ്ങളെല്ലാം എടുത്തിട്ടങ്ങ് അലക്കി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസും ആരോ ചോദിച്ചപ്പോൾ ഒരു കാലത്തും യൂട്യൂബിൽ ഇടാൻ പാടില്ലാത്ത ഒരു കാര്യം സിന്ധു കൃഷ്ണ എടുത്ത് ആർക്കോ കൊടുത്തു. ഏതാണെന്ന് വെച്ചാൽ അമ്മൂമ്മ അപ്പൂപ്പനെ തല്ലുന്ന വീഡിയോ. അതും സോഷ്യൽ മീഡിയയിൽ കിടന്ന് അത്യാവശ്യത്തിനങ്ങ് ഓടി. അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം, അവർ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവർ അല്ല എന്ന്. കാരണം എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതായിരുന്നു ഇനിയൊന്നും സോഷ്യൽ മീഡിയയിൽ ഇടില്ല എന്ന്. തൻവി പക്ഷേ ആ വാക്ക് പാലിച്ചു. അതിനുശേഷം തൻവി ഒന്നും ഇട്ടിട്ടില്ല. അങ്ങനെ ഒരു സിനിമാ കഥ പോലുണ്ട് അവരുടെ ഓരോ കാര്യങ്ങൾ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ വീണ്ടും അഹാന ഒരു പോസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ തൻവിക്കെതിരെ കേസ് കൊടുക്കാമെന്നും കുഞ്ഞു മക്കളുള്ളത് കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല എന്നും തൻവിക്കും അമ്മൂമ്മയ്ക്കുമെതിരെ കേസ് കൊടുക്കാൻ നിയമമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പണത്തിൻ്റെ പേരിലല്ല താനും അമ്മൂമ്മയും തമ്മിൽ വഴക്കും പിണക്കവും ഉണ്ടായതെന്നും ചീത്ത വിളിച്ചതിന് പിന്നിൽ തക്കതായ കാരണമുണ്ടെന്നും അമ്മൂമ്മ തൻ്റെ ഉള്ളിൽ തീർത്ത മുറിവുകൾ വലുതാണെന്നും അഹാന പറയുന്നു. ഞാൻ എൻ്റെ മുത്തശ്ശിയോട് ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഒരു മുത്തശ്ശിയോ അതല്ലെങ്കിൽ ഒരു മനുഷ്യനോ മറ്റൊരാളോട് ഒരിക്കലും സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിലാണ് അവർ എന്നോട് സംസാരിച്ചിരുന്നത് എന്നതാണ്. അവർ എന്നോട് പറഞ്ഞ വാക്കുകൾ ഒരിക്കലും തിരുത്താനോ മറക്കാനോ കഴിയാത്ത ഒരു അതിരാണ് കടന്നത്. ആ വാക്കുകൾ അശ്ലീലവും ലൈംഗികവുമായി അപമാനിക്കുന്നതും മനുഷ്യത്വത്തെ തന്നെ നിഷേധിക്കുന്നതുമായിരുന്നു. അതെല്ലാം എൻ്റെ സ്വന്തം മുത്തശ്ശിയിൽ നിന്ന് കേൾക്കേണ്ടി വന്നുവെന്ന യാഥാർത്ഥ്യവുമായി ഇന്നും എനിക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. സാമ്പത്തിക സുരക്ഷയ്ക്കോ അനന്തരാവകാശത്തിനോ വേണ്ടി ഞങ്ങൾ ഒരിക്കലും മാതാപിതാക്കളെയോ മുത്തശ്ശിമാരെയോ ആശ്രയിച്ചിട്ടില്ല. സ്വന്തം പ്രയത്നത്തിലൂടെ ജീവിക്കുന്ന സ്ത്രീകളാണെന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഭൗതിക നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരിക്കലും ബന്ധങ്ങളെ വിലയിരുത്തിയിട്ടില്ല. ഈ വിഷയം ഒരിക്കലും പണത്തെക്കുറിച്ചായിരുന്നില്ല എന്നൊക്കെയാണ് ആ പോസ്റ്റിനകത്ത്
അഹാന പറഞ്ഞിരിക്കുന്നത്. വേറെയും കുറേ കാര്യങ്ങളുണ്ട്, ഞാനിതെല്ലാം ചുരുക്കി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ ഒരു പോസ്റ്റിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നറിയില്ല. എന്തായാലും ഇവർ ഇവിടെ ഒന്നും നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. പറഞ്ഞ വാക്ക് പാലിക്കാനും അവർക്ക് ഉദ്ദേശമില്ല. ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാൻ പാടില്ലാത്ത വീഡിയോ വരെ ഇട്ട ഇവരെക്കുറിച്ച് ഇനി എന്തു പറയാനാണ്? ഇതിൽ കൂടുതൽ നമുക്കൊന്നും പറയാനുമില്ല. ഇതിലെന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കൂടി വേണം കേട്ടോ. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം.